സ്നേഹം ഇഴപാകി ബന്ധങ്ങൾ നെയ്യുന്നു. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ. പാലിയേറ്റീവ് ഗുണഭോക്താക്കളുടെ ഉല്ലാസ ബോട്ട് യാത്രയോടെ പൊന്നാനി നഗരസഭയുടെ പാലിയേറ്റീവ് ദിനാചരണങ്ങൾ സമാപിച്ചു. നഗരസഭയിൽ രജിസ്റ്റർ ചെയ്ത പാലിയേറ്റീവ് ഗുണഭോക്താക്കളുടെയും പാതയിലുള്ള സവാരി ബോട്ട് സർവീസുമായി സഹകരിച്ചാണ് യാത്ര സംഘടിപ്പിച്ചത്. 2 ദിവസങ്ങളിലായാണ് നഗരസഭ ഇത്തവണ പാലിയേറ്റീവ് ദിനാചരണം സംഘടിപ്പിച്ചത്. പാലിയേറ്റീവ് കെയറിൻ്റെ ആഘോഷങ്ങളോടനുബന്ധിച്ച് നമ്മുടെ പൊന്നാനി നഗരസഭ പരിധിക്കകത്തുള്ള നമ്മുടെ ശ്രദ്ധയും അതുപോലെ തന്നെ പരിഗണനയും പരിപാലനവും നമ്മൾ ഏറ്റെടുത്ത് പരിചരിച്ചു വരുന്ന പാലിയേറ്റീവ് രോഗികളായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ള നമ്മുടെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്കായി ഇന്നലെയും ഇന്നുമായിട്ട് നഗരസഭയുടെ നേതൃത്വത്തിൽ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ ദിവസം നിങ്ങൾക്കറിയാം, ഇന്നലത്തെ ദിവസം നമ്മൾ എല്ലാ പാലിയേറ്റീവ് രോഗികളായിട്ടുള്ള ആളുകൾ, രോഗികളായിട്ടുള്ള ആളുകളുടെ ഭവനങ്ങളിലെത്തി അവരുമായി സ്നേഹസൗഹൃദം പങ്കിടുന്ന രീതിയിലാണ് ഇന്നലത്തെ ദിവസം നമ്മൾ ചെലവഴിച്ചത്. ഇന്ന് അതിന് തയ്യാറായിട്ടുള്ള ഒരു ഉല്ലാസയാത്ര ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു ബോട്ട് യാത്ര പൊന്നാനിയിൽ നമുക്കറിയാം, നമ്മുടെ നിളയോര പാതയോട് ചേർന്നുള്ള ഭാരതപ്പുഴയിൽ നമ്മുടെ പരിരക്ഷ രോഗികളായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ കൂട്ടിരിപ്പുകാർ ഉൾപ്പെടെ, അവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെ, അവരുടെ മക്കൾ ഉൾപ്പെടെ ഉള്ള പരമാവധി ആളുകളെ ചേർത്തുകൊണ്ട് ഇന്നൊരു ഉല്ലാസയാത്ര നടത്തുന്നതിനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന് എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകളും, പ്രത്യേകിച്ച് നഗരസഭ ഭരണസമിതിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് അവരെ അഭിനന്ദിക്കുന്നു. ഒത്തുചേരുക, ഇത്തരത്തിലുള്ള ഒരു മനസ്സിലുണ്ടാവുന്ന വിഷമങ്ങൾ അത് അല്പനേരമെങ്കിലും ഒന്നിച്ചിരുന്ന് പങ്കിടുമ്പോൾ അത് കുറച്ചുകൂടി ലഘൂകരിക്കാൻ നമുക്ക് കഴിയുമെന്നുള്ള കാഴ്ചപ്പാട് അവരെ സംബന്ധിച്ചിടത്തോളം, അവരുടെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇതുമായി ബന്ധപ്പെട്ട നമ്മുടെ പരിരക്ഷാ രോഗികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ അനുഭവവേദ്യമാക്കുക എന്നതാണ് ഈ ഉല്ലാസയാത്ര കൊണ്ട് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. തുടർന്നുള്ള പരിപാടികളിൽ ഇത്തരത്തിൽ പരിഗണന അർഹിക്കുന്ന മുഴുവൻ ആളുകളെയും ചേർത്ത് നിർത്തുന്ന ഒരു തുടർ പ്രവർത്തനങ്ങൾ നഗരസഭ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. ആദ്യ ദിവസം നഗരസഭയിൽ രജിസ്റ്റർ ചെയ്ത കിടപ്പിലായ രോഗികളുടെ ഗൃഹസന്ദർശനം നടത്തി. റേഡിയോ, പുതുവസ്ത്രം എന്നിവയുമായാണ് നഗരസഭ സന്ദർശനം നടത്തിയത്. നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം, വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ എം ആബിദ, രജി ഷൂപ്പാല, ഷീന സുദേശൻ, കൗൺസിലർമാരായ ഷാഫി, കവിത, ആയിഷ അബ്ദു, ശ്രീകല ചന്ദ്രൻ, പരിരക്ഷാ നഴ്സ് ഗ്രിഷ തുടങ്ങിയവർ നേതൃത്വം നൽകി.